ഓരോ ദിനവും ഖുർആനിനൊപ്പം നന്മ വഴി 274 ദിവസം. സൂറത്തുൽ ബഖറ 268. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. الشيطان يعدكم الفقر ويأمركم بالفحشاء والله يعدكم مغفرة منه وفضلا والله واسع عليم. ചെകുത്താൻ നിങ്ങളിൽ ദാരിദ്ര്യഭയമുണ്ടാക്കുകയും നീചവൃത്തികൾക്ക് പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു. അല്ലാഹുവോ നിങ്ങൾക്ക് അവങ്കിൽ നിന്നുള്ള പാപമോചനവും അനുഗ്രഹവും വാഗ്ദാനം ചെയ്യുന്നു. അല്ലാഹു വിശാലഹസ്തനും സർവജ്ഞനുമല്ലോ. അഹങ്കാരം കൊണ്ടും അല്ലാഹുവോടുള്ള അനുസരണക്കേടുകൊണ്ടും ശപിക്കപ്പെട്ടവനാണ് ഇബ്ലീസ്. മനുഷ്യരെ സന്മാർഗത്തിൽ നിന്ന് തെറ്റിച്ച് നരകാവകാശികളാക്കി തീർക്കാൻ കുതന്ത്രങ്ങൾ പയറ്റുകയാണ് ശൈത്വാൻ. പല വിധേനയും മനുഷ്യരെ ശൈത്വാന്മാർ സമീപിക്കും. ഉദാരതയിൽ നിന്ന് മനുഷ്യരെ തടയാൻ ദാരിദ്ര്യം പറഞ്ഞ് പേടിപ്പിക്കും. ദൈവമാർഗത്തിൽ ചെലവഴിച്ചാൽ നിന്റെ കയ്യിൽ നിന്ന് സമ്പത്ത് കുറഞ്ഞു പോവുകയും പിന്നീട് ഒരാവശ്യം വന്നാൽ നീയും കുടുംബവും പ്രയാസത്തിൽപ്പെട്ടു പോകുമെന്ന് ഭയപ്പെടുത്തും. പിശാചിൻ്റെ ദുർബോധനത്തിൽ പെട്ടുപോകുന്ന മനുഷ്യർ പിശുക്കന്മാരായിത്തീരും. സമ്പത്ത് നല്ല മാർഗത്തിൽ ചെലവഴിക്കാതെ പിടിച്ചുവെക്കും. എന്നാൽ സൽക്കർമ്മങ്ങൾക്ക് ചെലവഴിക്കുന്നതിനെ അത്തരക്കാർക്ക് മടിയുണ്ടാവൂ. നീചവൃത്തികൾക്ക് ചെലവഴിക്കാനും ധൂർത്തടിക്കാനും അവർ മുൻപന്തിയിലുണ്ടാവും എന്നതാണ് വൈരുദ്ധ്യം. ശൈത്വാനായി തിരിച്ചറിയുകയും ശത്രുപക്ഷത്തു നിന്നുള്ള കുതന്ത്രങ്ങളിൽ പെടാതെ നോക്കുകയും ചെയ്യുന്നവർ ഭാഗ്യവാന്മാർ. കാരുണ്യവാനായ അല്ലാഹു ചെലവഴിക്കുന്നവരെ പ്രോത്സാഹിപ്പിക്കുകയും അവർക്ക് വലിയ വാഗ്ദാനങ്ങൾ നൽകുകയും ചെയ്യുന്നു. യഥാർത്ഥത്തിൽ അല്ലാഹു നൽകിയ സ്വത്ത് അല്ലാഹു ഉദ്ദേശിക്കുന്ന വിധം ചെലവഴിക്കേണ്ടത് മനുഷ്യൻ്റെ നിർബന്ധ ബാധ്യതയാണ്. എന്നിട്ടും അതിന് ധാരാളം പ്രതിഫലങ്ങൾ നൽകുന്ന അല്ലാഹു ഏറെ വിശാലനും സർവജ്ഞനും വലിയ അനുഗ്രഹമുടയവനും തന്നെ. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.